നമസ്കാരം. ഫ്രീ സ്പീച്ച് എന്ന എൻ്റെ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. ഒരു വിഷയം പറയണമെന്ന് വിചാരിച്ചപ്പോൾ ആദ്യം മനസ്സിൽ ഓർമ്മ വന്നത് ഇന്ന് കൊളംബിയൻ യൂണിവേഴ്സിറ്റി EIA-യിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗത്തെക്കുറിച്ചാണ്. അവിടുത്തെ കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ. അതിൽ ആ പ്രസംഗം പല രീതിയിലും പല മാധ്യമങ്ങളും നിരൂപണം ചെയ്യുന്നുണ്ട്, വിശകലനം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കതിനെ ഒന്ന് വ്യത്യസ്തമായി അനലൈസ് ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ തുനിഞ്ഞത്. ഇതിൽ പ്രധാനം രാഹുൽ ഗാന്ധി എന്താണ് അവിടെ പറയുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. രാഹുൽ ഗാന്ധി ആദ്യമായി കുട്ടികളോട് പറയുന്നത് ഇന്ത്യയിലെ ജനാധിപത്യം നശിച്ചു, ജനാധിപത്യം റിസ്കിലാണ്, ഇന്ത്യയിലെ എല്ലാ ഘടകങ്ങളിലും നാശത്തിന്റെ അല്ലെങ്കിൽ റിസ്കിന്റെ പാതയിലാണ്, ജനാധിപത്യം ഇന്ത്യയിൽ പൂർണ്ണമായും നശിച്ചു എന്നുള്ള രീതിക്കാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇത് അദ്ദേഹം കൊളംബിയയിൽ മാത്രമല്ല, കഴിഞ്ഞ എത്രയോ നാളുകളായി പുറം രാജ്യങ്ങളിൽ പോയി എല്ലായിടത്തും പറയുന്നത് ഇത് തന്നെയാണ്. ഇന്ത്യയിലെ ജനാധിപത്യം നശിച്ചു, ജനാധിപത്യ സ്ഥാപനങ്ങളെല്ലാം നശിച്ചു, അതെല്ലാം കള്ളത്തരമാണ്, എല്ലാവരും കള്ളന്മാരാണ്. ഇന്ത്യക്കകത്തും പറയുന്നുണ്ട്, ഇന്ത്യക്കകത്തുനിന്ന് പുറത്തു പോയും പറയുന്നുണ്ട്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ പറയുന്നത് പുറത്തു പോയിട്ടാണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ കൊളംബിയ എന്ന് പറഞ്ഞ രാജ്യം നമ്മുടെ നേപ്പാളിൽ ഒരു പത്രമാധ്യമം പുറത്തു വിട്ടത് മാതിരി രാഹുൽ ഗാന്ധിക്ക് ഭാര്യയും കുട്ടികളും ഒക്കെ ഉള്ള നാടാണ്. കൊളംബിയയിൽ ഒരു ഡ്രഗ് കാർട്ടൽ, ഒരു മയക്കുമരുന്ന് രാജാവിന്റെ മകൾ എന്ന് പറയുന്ന പേരെടുത്ത് പറഞ്ഞുള്ള കഥയാണ്. അതുകൊണ്ട് അത് പുറത്തു പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ കൊളംബിയയുടെ ബന്ധം നമുക്കറിയാം. അതിനാൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ അവിടെ ചെന്ന് പുള്ളി എന്തിനാണ് പോയതെന്നും പറഞ്ഞിട്ടില്ല. ഒഫീഷ്യൽ എന്നാണ് പറയുന്നത്, ഈ കുട്ടികളെ നേരിട്ട് കണ്ട് സംസാരിക്കണം. പക്ഷെ സംസാരിക്കുന്ന വിഷയം എന്താണ്? കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്നത് കൊളംബിയക്ക് ഇന്ത്യയിൽ എന്ത് നടന്നാലും കൊളംബിയയെ ബാധിക്കുന്ന കാര്യമില്ല. അവരുടെ അടുത്ത് പറയുകയാണ് ഇന്ത്യയിൽ ജനാധിപത്യം നശിച്ചു. ഇതേ വർത്തമാനമാണ് ഗാന്ധി, ഈ പറയുന്ന വ്യക്തി, നമ്മുടെ അമേരിക്കയിലും UK-യിലും ഒക്കെ ചെന്ന് പറയാറുള്ളത്. ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഉൾപ്പെടുന്ന കോക്കസ്, ആ കോക്കസിന് ഇന്ത്യയിലെ ജനങ്ങളുടെ മേലിലുള്ള ആധിപത്യം നഷ്ടപ്പെട്ടു. ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം അദ്ദേഹം ഉൾപ്പെടുന്ന കോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതുപോലെ ഡീപ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ അമേരിക്ക, UK എന്ന് പറയുന്ന രാജ്യങ്ങൾ, ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ ഇന്ത്യയിലെ ജനങ്ങളുടെ പുറത്തുള്ള ആധിപത്യം നഷ്ടപ്പെട്ടു. ഇതന്നെയാണ് അദ്ദേഹം അവിടെയൊക്കെ ചെന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ, നിങ്ങൾ ഇടപെടുന്നില്ലേ, ഓടി വരൂ, ഇന്ത്യയിലെ ജനാധിപത്യം നശിച്ചു, ജനാധിപത്യം നശിച്ചു. അത് ഒരു കണക്കിന് ശരിയാണ്. കാര്യം അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ജനങ്ങളുടെ മേലുള്ള, ഇന്ത്യൻ ജനങ്ങളുടെ മേലുള്ള ആധിപത്യം നഷ്ടപ്പെട്ടു. അതാണ് അദ്ദേഹത്തിന്റെ ദുഃഖം. ആ ദുഃഖമാണ് അദ്ദേഹം ഈ കരഞ്ഞു തീർത്തുകൊണ്ട് എല്ലാ നാടുകളിലും നടക്കുന്നത്. അവരുടെ എല്ലാ സപ്പോർട്ടാണ് ചോദിക്കുന്നത്. എന്നെ സഹായിക്കും, എനിക്ക് ധനസഹായം തരും, അല്ലെങ്കിൽ എന്നെ നിങ്ങൾ വിപ്ലവം ഉണ്ടാക്കാൻ സഹായിക്കും, ഇന്ത്യയിൽ ലഹള ഉണ്ടാക്കാൻ സഹായിക്കും. ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരു വളരെ ഭീകരമായ ഒരു മാനസികാവസ്ഥയുടെ, ഒരു ക്രിമിനൽ മെന്റാലിറ്റിയുടെ ഉടമയാണ് ഈ രാഹുൽ ഗാന്ധി. ഇനി പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ ബാക്കിയുള്ള പ്രസംഗമാണ്. ഇതെല്ലാവരും കളിയാക്കുന്നത് ഇദ്ദേഹത്തിന്റെ കുറച്ച് പരാമർശങ്ങളാണ്. ഈ പരാമർശങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഞാൻ പറയാം. ആദ്യമായി പരാമർശങ്ങളിലേക്ക് പോവാം. ഒരാൾക്ക് സഞ്ചരിക്കാൻ 3000 കിലോഗ്രാം മെറ്റൽ അല്ലെങ്കിൽ ലോഹം കൊണ്ട് നിർമ്മിക്കുന്ന കാർ, അതിനു പകരം 2 ആൾക്ക് സഞ്ചരിക്കാനുള്ള വെറും 100 കിലോ മെറ്റലുള്ള ബൈക്ക് പോരെയോ എന്നുള്ളതാണ് പുള്ളിയുടെ ചോദ്യം. ഈ 3000 കിലോഗ്രാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള അത്യാധുനിക നമ്മുടെ ബാറ്ററി വെച്ച കാറുകൾക്കാണ്, ഇലക്ട്രിക്കൽ കാറുകൾക്കാണ് വെയിറ്റ് കൂടുതൽ. അപ്പോൾ അതുപോലെ 2500 ആണെന്നാണ് പല ആൾക്കാരും വിശകലനം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചിട്ട് പോലും ഒരു അറിവ് വ്യക്തമായി ഉണ്ടോ എന്നുള്ള അറിയില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത് അങ്ങനെ പോയാൽ പോരെ. ഇനി നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഖടാക്കട്ട് കേട്ടതാണ്. ഖടാക്കട്ടിന് പകരം ഇന്ന് വേറൊരു തമാശ ഇറങ്ങിയിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂട്ടെ മോട്ടർ ദേ, ഇതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഒരു മോട്ടർ അവിടെ വയ്ക്കും, ഒരു മോട്ടർ അവിടെ വയ്ക്കും, ഒരു മോട്ടർ അവിടെ വയ്ക്കും. ഇത് ഉദ്ദേശിച്ച പുള്ളി വികേന്ദ്രീകരണത്തിനെ കുറിച്ചിട്ടാണ്. വികേന്ദ്രീകരണത്തിനെ കുറിച്ചിട്ടുള്ള ഉദ്ദേശമാണ് പുള്ളി പറയുന്നത്. ഇതിന്റെ കൂടെ ഒരു ആക്സിഡന്റിന്റെ കേസ് പറയുന്നത്. ബൈക്കിൽ പോയി ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടിക്കുന്ന എഞ്ചിൻ ഇടിച്ചു കൊല്ലില്ല. കാറിലാണെങ്കിൽ ഈ എഞ്ചിനാണ് നിങ്ങൾ ഇടിച്ചു കൊല്ലുന്നത്. അതുകൊണ്ട് ആ എഞ്ചിനിലാണ് കംപ്ലീറ്റ് ശക്തിയും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ എഞ്ചിൻ നിങ്ങൾ ഇടിക്കുമ്പോൾ നിങ്ങളെല്ലാം മരിച്ചു പോകും. ബൈക്കിലാകുമ്പോൾ എഞ്ചിൻ ഇളകി തെറിച്ചു പോകും. അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടും, വലിയ പരിക്കുണ്ടാവില്ല. ഇത് പറയുന്നതും ഒരു ആന മണ്ടത്തരത്തിന്റെ ലോകം മുഴുവൻ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യയില് കൊളംബിയക്കാർക്ക് ബൈക്കും കാറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ ബൈക്കൊക്കെ വളരെ സുലഭമല്ലാത്തതാണ്. അവിടെ കാറാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് എന്റെ അറിയില്ല, അപ്പോ വ്യക്തമായി അറിയില്ല. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഈ പറയുന്ന പുട്ടെ മോട്ടോർ ദെയർ പറയുന്നതിന് മുമ്പ് പറഞ്ഞ ഈ ആക്സിഡന്റിന്റെ കേസ്, കാറിൽ വന്ന ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ എഞ്ചിൻ, ഈ 3000 കിലോഗ്രാം അതിന്റെ വെയിറ്റിന്റെ ഭൂരിഭാഗമുള്ള എഞ്ചിൻ നമ്മളെ ഇടിച്ച് അതിന്റെ അകത്തിരിക്കുന്ന ആൾക്കാരെ കൊല്ലും. അത് ഒരാളിനാണ് കാറ്, ഒരാളിനല്ല 4 പേര് 5 പേര് ഒരു കാറിൽ, ചെറിയൊരു കാറിലും പോകാൻ പറ്റും.
ആ വിവരം പോലും അദ്ദേഹത്തിനില്ല. രണ്ടാമത് പറഞ്ഞത്, ഈ ഒരു മണ്ടത്തൻ ബൈക്കിലാണെങ്കിൽ എഞ്ചിൻ ഇളകിത്തെറിക്കും, കുഴപ്പമില്ല, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റുകൾ മരണം സംഭവിക്കുന്ന ബൈക്കുകളിലാണ്, ടൂ വീലറുകളിലാണ്, അല്ലാതെ കാറിലല്ല. കാറിൽ വളരെ സേഫ് ആയിട്ടുള്ള യാത്ര എന്നാണ് ലോകത്തിലെ എല്ലാ ആൾക്കാരും പറയുന്നത്. അതുപോലും ഒരു ബോധമില്ലാതെ വിവരമില്ലാതെ വിളമ്പുകയാണ് എന്ന് നമുക്ക് തോന്നും. മൂന്നാമത്തെ കാര്യം, പുള്ളി ഇതിനൊക്കെ ആദ്യം പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് 17, 18, 16, 17 ഭാഷകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ എത്ര ഭാഷയുണ്ടെന്ന് ഇതുവരെ എണ്ണി തീർന്നിട്ടില്ല. നൂറുകണക്കിന് ഭാഷകൾ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഓരോ മുക്കിനും മൂലയിലും ഭാഷ മാറുന്നു. അതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് ഇന്ത്യ എന്തെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ. പിന്നെ കാരവണിൽ വന്നത് നടത്തയാത്ര അതെന്നൊക്കെ പറഞ്ഞ് നടത്തിയല്ല ഇന്ത്യ അദ്ദേഹത്തിന് കുടുംബത്തിനും ഇതുവരെ അറിയില്ല. അപ്പോ ഇതിനൊക്കെ ഉപരിയായി ഞാൻ ഇനി ഇതിന്റെ വിശകലനത്തിലോട്ട് വരാം. പുള്ളി ഇതെല്ലാം ഉദ്ദേശിച്ചത് ചെറിയ ചെറിയ മോട്ടോറുകൾ പലയിടത്ത് വെച്ച് പലതായി പ്രവർത്തിപ്പിക്കണം. അതുപോലെ വലിയൊരു എഞ്ചിൻ ശക്തി മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങളെ അത് ഇടിച്ചാൽ നിങ്ങൾ മരിച്ചു പോകും. ഇതെല്ലാം പുള്ളി വികേന്ദ്രീകരണം, ഡീസെൻട്രലൈസേഷൻ എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. പുള്ളി ഉദ്ദേശിക്കുന്നത് വിഘടനമാണ്, വികേന്ദ്രീകരണമല്ല വിഘടനമാണ്. ഇതാണ് എന്റെ അനാലിസിസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം മണ്ടത്തരമല്ല പറയുന്നത്. മനസ്സിനകത്തുള്ള ആ വൃത്തികെട്ട ചിന്തയുടെ പ്രതിഫലനമാണ് ഇദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളിൽ വന്നു പോകുന്നത്. പറയാൻ അറിയില്ലാത്തത് കൊണ്ട്, ഭാഷ എങ്ങനെ പ്രയോഗിക്കണമെന്ന് അറിയില്ലാത്തത് കൊണ്ട് ഇതുപോലെ മണ്ടത്തരങ്ങളായി നമുക്ക് തോന്നുമെങ്കിലും പുള്ളിയുടെ മനസ്സിനകത്തുള്ള ആ ഒരു വെറും വൃത്തികെട്ട ചിന്താഗതി വിഘടിപ്പിക്കുക. ഇന്ത്യയിൽ ഇപ്പോൾ സുശക്തമായ ഒരു ഗവൺമെന്റ്, അതും ഒരു പാർട്ടിയിലേക്ക് ഒതുങ്ങി, അല്ലെങ്കിൽ പല പാർട്ടികൾ കൂട്ടുകക്ഷി ഉണ്ടെങ്കിലും അവരെല്ലാം ഒരു മനസ്സായി വളരെ കൂട്ടത്തോടുകൂടി ഒരു തീരുമാനത്തിന്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ ശക്തമായ ഒരു ഗവൺമെന്റ് ഉണ്ട്. ഈ ഗവൺമെന്റിനെ അദ്ദേഹത്തിന് ശിഥിലമാക്കി പല പല മോട്ടോറുകൾ. അപ്പൊ പുള്ളി ഉദ്ദേശിച്ചത് ചെറിയൊരു ഇടി ഇടിച്ചാലും മോട്ടോർ എഞ്ചിൻ ഇളവിൽ തെറിക്കുമല്ലോ, തെറിക്കുമ്പോഴത്തേക്ക് അതിന് ശക്തി കുറഞ്ഞല്ലോ. പുള്ളി ഉദ്ദേശിച്ച് ഇപ്പോഴത്തെ ഇന്ത്യ ഒരു വലിയ മോട്ടോർ കാറാണ്. അപ്പൊ ഈ കാറ് കൊണ്ട് പുള്ളിയുടെ കുടുംബത്തിനെയോ അല്ലെങ്കിൽ എതിര് നിൽക്കുന്നവരെ ഇടിച്ചു കഴിഞ്ഞാൽ അവർ തട്ടിപ്പോകും. അതുകൊണ്ട് ചെറിയ ചെറിയ ബൈക്കുകളായിട്ട് മാറ്റാൻ നിങ്ങൾ എല്ലാവരും, ഫോറിൻ രാജ്യങ്ങളെല്ലാവരും കൂടെ എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് തട്ടിയാൽ തന്നെ എഞ്ചിൻ അങ്ങ് തെറിക്കും, പിന്നെ നിങ്ങൾക്ക് വലിയ പരിക്കൊന്നും പറ്റില്ല. യഥാർത്ഥത്തിൽ പുള്ളിയുടെ മനസ്സിലിരിപ്പ് ഇതാണ്. കാര്യം ഇന്ത്യയെ വിഘടിപ്പിച്ച് ആ ശക്തി ഇല്ലാതാക്കി ഇന്ത്യയെ വളരെ വീക്കായിട്ട് ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ, പണ്ട് പുള്ളിയുടെ പിന്നെ അമ്മയും അച്ഛനും ഒക്കെ ചെയ്തിരുന്നത് പോലെ ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ ഇന്ത്യയെ മാറ്റുക. ഇപ്പൊ ഇവിടെ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെ വിഘടിപ്പിക്കുക, വികേന്ദ്രീകരണമല്ല വിഘടനമാണ് പുള്ളിയുടെ ലക്ഷ്യം. ഇന്ത്യയെ വിഘടിപ്പിക്കുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തിലാണ് ഈ വൃത്തികെട്ട മനുഷ്യൻ ലോകം മുഴുവൻ നടന്ന് ഇന്ത്യയില് ഈ പറയുന്ന ജനാധിപത്യം നഷ്ടപ്പെട്ടു എന്ന് കൂവി വിളിച്ചുകൊണ്ട് നടന്ന് കരഞ്ഞുകൊണ്ട് നടന്ന് അവരുടെ പൈസയും സമ്പത്തും അതുപോലെ അവരുടെ ആൾബലവും ചോദിച്ചുകൊണ്ട് തെണ്ടി നടക്കുന്നതിന്റെ കാരണം. നന്ദി, നമസ്കാരം.